ഇപ്പോഴത്തെ വോട്ടിങ്ങിലേക്ക് പോകാം. കാര്യം ഇപ്പോൾ വൈകുന്നേരം ഓൾമോസ്റ്റ് 7 മണിയായിട്ടുണ്ട്. 7 മണിക്കുള്ള വോട്ടിംഗ് റിസൾട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വോട്ടിങ്ങിലേക്ക് പോകാം. കാര്യം കേരളം അല്ലെങ്കിൽ ബിഗ് ബോസ് ഇവർ രണ്ടുപേരെ കയ്യിൽ ഫസ്റ്റാണ്. റണ്ണറപ്പ് ഫസ്റ്റ്, സെക്കൻഡ് ജാസ്മിനും ഗബ്രിയാണ് ഫസ്റ്റ് രണ്ടുപേരും നിൽക്കുന്നത്. വേറെ ആരുമല്ല, ജാസ്മിനും ഗബ്രിയും തന്നെയായിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ ടോപ്പ് 5 രണ്ടുപേരും വരും. കാര്യം നല്ല വോട്ടിങ്ങാണ്. കേരളക്കരയൊക്കെ ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവരെ കണ്ടോ ഗൈസ്. നമ്മുടെ ഗബ്രിക്ക് 2 ലക്ഷം വോട്ടാണ് ഫസ്റ്റ്, ജാസ്മിന് സെക്കൻഡാണ് 1,40,000 വോട്ടായിട്ട് ഇവർ രണ്ടുപേരും ഫസ്റ്റും സെക്കൻഡും നിൽക്കുകയാണ്. അടുത്ത തേർഡ് സിജോയാണ്. സിജോയ്ക്ക് 1 ലക്ഷം വോട്ടുണ്ട്. 1 ലക്ഷം വോട്ടുണ്ടെങ്കിൽ പോലും 1 ലക്ഷം വോട്ട് 2 പേരാണ് ഈക്വലി ഷെയർ ചെയ്യുന്നത്. സിജോ മാത്രമല്ല, ഒരാളുകൊണ്ട് നമുക്ക് കാണാം. യാതൊരു തരത്തിലുള്ള മുന്നേറ്റം കുതിച്ചുചാട്ടം ഒന്നുമില്ല തന്നെ പുള്ളിക്കാരി ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത്. മിക്കവാറും ഈ ആഴ്ചയിൽ പുറത്താവുന്നത് നോറയായിരിക്കും. നോറയ്ക്ക് യാതൊരു തരത്തിലുള്ള മുന്നേറ്റം ഇല്ലെങ്കിൽ നോറ പുറത്താവുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് ഗൈസ്. സോ നെക്സ്റ്റ് മുടിയൻ 5,000 അല്ല 50,000ആണ്. പക്ഷേ ഒരു 0 മാറിയില്ലല്ലോ, അതിൻ്റെ അകത്തായി പോയി ഗൈസ്. മുടിയന് യാതൊരു തരത്തിലുള്ള മുന്നേറ്റമൊന്നുമില്ല. മുടിയൻ്റെ ഫാൻസൊക്കെ ഉണ്ട്, പക്ഷേ മുടിയന് നല്ല PR വർക്ക് പുറത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് മുടിയന് വോട്ടിടും, പക്ഷേ ആരും വോട്ടിടുന്നില്ല. സോ നെക്സ്റ്റ് 4ാം സ്ഥാനം കണ്ട കേസ്. ഇതിപ്പോൾ നമ്മുടെ ജിൻഡോയും സിജോയും ഈക്വലാണ്. 3ഉം 4ഉം 1 ലക്ഷം വോട്ടാണ് നിൽക്കുന്നത്. ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇവരെല്ലാവരും ഒരാൾ മുന്നിൽ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 5ാം സ്ഥാനം അഭിഷേകാണ്. 86,000 വോട്ടായിട്ട് അഭിഷേക് ബാക്കിൽ തന്നെ ഉണ്ട്. സോ ഗേസ് യാതൊരു തരത്തിലുള്ള മുന്നേറ്റം ഒന്നുമില്ലാതെ തന്നെ 6ാം സ്ഥാനം 50,000 വോട്ടായിട്ടാണ് നമ്മുടെ അർജുൻ. റൊമാൻറ്റിക് ഹീറോ. ഒരുപാട് ഷോർട്സൊക്കെ പോകുന്നതുകൊണ്ട് പുള്ളിക്കാരെ എപ്പോഴും പിടിച്ച് നിൽക്കുന്നുണ്ട്. അവസാനത്തെ ആരാണ്? അൻസിബയാണ്. അൻസിബയ്ക്ക് 49,000 വോട്ടാണ്. പുള്ളിക്കാരി 8ാം സ്ഥാനത്തുണ്ട്. മിക്കവാറും 2 പേര് പോകണമെങ്കിൽ അൻസിബ പോകാൻ ചാൻസ് കൂടുതലാണ്. അതിൽ അൻസിബ നിൽക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. അൻസിബ തന്നെ പറഞ്ഞിട്ടുമുണ്ട് യാതൊരു തരത്തിലുള്ള ആക്റ്റീവ് അല്ലാതെ. സോ ഗൈസ് നാളെ കാണാം. അപ്പോൾ ബൈ. നിങ്ങളെന്തായാലും കമൻറ്റ് ഇടും.